മാവേലിക്കര സെന്റ് പോൾസ് സുവിശേഷാലയത്തിലെ നേതൃപരിശീലന പഠിതാക്കളുടെ ഓണവാര സുവിശേഷ യോഗവും സംഗീത വിരുന്നും കായംകുളത്ത് നടന്നു. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന മെത്രോപൊലിത്ത ഡോക്ടർ യുഹാനോൻ മാർ തേവോദോറോസ് മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര സെന്റ് പോൾസ് സുവിശേഷാലയത്തിലെ ആത്മായ നേതൃപരിശീലന പഠിതാക്കളുടെ ഓണവാര സുവിശേഷ യോഗവും സംഗീത വിരുന്നും കായംകുളം കാദിശ കത്തീഡ്രലിലെ സെന്റ് ഗ്രിഗോറിയോസ് കുരിശടിയിൽ നടന്നു. മലങ്കര സഭ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ മാത്യു വൈദ്യൻ കോർ എപ്പിസ്കോപ്പ അധ്യക്ഷനായി. തെറ്റിപ്പോകുന്നതിനെ കുറിച്ച് നീ തിരിച്ചറിവ് വേണം, നിനക്ക് തിരിച്ചറിവുണ്ടാകണം, വകതിരിവുണ്ടാകണം, സുബോധമുണ്ടാകണം. വഴിതെറ്റിക്കുന്ന ചൂളം വിളികൾ നമുക്ക് ചുറ്റും നാം കേൾക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും വഴിതെറ്റിക്കുന്ന ചൂളം വിളികൾ. ഇതിനെതിരെയുള്ള പ്രതികരണമാണ് പ്രവാചക മനസ്സ്. പ്രവാചക സന്ദേശങ്ങൾ എന്ന് പറയുന്നത് വഴിതെറ്റിക്കുന്ന ചൂളം വിളികൾക്കെതിരെയുള്ള പ്രതികരണമാണ്. പ്രവാചക മനസ്സ് തിന്മയോട് എത്രമാത്രം പ്രതികരിക്കുന്നുണ്ട് നാം ഈ സമൂഹത്തിൽ, നന്മയിൽ വളരുവാൻ എത്രമാത്രം നാം ശ്രദ്ധിക്കുന്നുണ്ട്, തിന്മയോട് പ്രതികരിക്കുന്നുണ്ടോ അതോ കോംപ്രമൈസ് ചെയ്യുകയാണോ? വി ആർ കോംപ്രമൈസിങ് വിത്ത് ഈവിൾ. തിന്മയോട് പൊരുത്തപ്പെടാനുള്ള മനസ്സാണ് നമുക്കുള്ളത്. നാം പലപ്പോഴും തിന്മയോട് പൊരുത്തപ്പെട്ടു പോകുന്നു. വഴിതെറ്റിക്കുന്ന ചൂളം വിളികളെ അവഗണിക്കുന്നു. വഴിതെറ്റിക്കുന്ന ചൂളം വിളികൾക്കെതിരെയുള്ള പ്രതികരണം ഇന്ന് ആവശ്യമാണ്. അതാണ് സുവിശേഷം. നമ്മെ വഴിതെറ്റിക്കുന്ന ചൂളം വിളികൾക്കെതിരെയുള്ള പ്രതികരണമാണ് സുവിശേഷം. കർത്താവിന്റെ സുവിശേഷം, നല്ല വിശേഷം, നല്ല വാർത്തകൾ, സദ്വാർത്തകൾ. ഈ വഴിതെറ്റിക്കുന്ന ചൂളം വിളികൾക്കെതിരെയാണ് പ്രവാചകന്മാർ പൊരുതിയത്. ആമോസ് പ്രവാചകനിലൂടെ ദൈവം നൽകിയ മുന്നറിയിപ്പുകളെ കുറിച്ച് വഴിതെറ്റിക്കുന്ന ചൂളം വിളികൾക്കെതിരെയുള്ള ആമോസ് പ്രവാചകന്റെ പ്രതികരണമാണ്, മുന്നറിയിപ്പുകളാണ്. കർമ്മേരിന്റെ കൊടുമുടി വാടിപ്പോകും, നീ ഉയർത്തുന്ന കാര്യങ്ങളൊക്കെ വാടിപ്പോകും, മേച്ചിൽ സ്ഥലങ്ങൾ ദുഃഖിച്ച് കരയും. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന മെത്രോപൊലിത്ത ഡോക്ടർ യുഹാനോൻ മാർ തെവേദോറോസ് മെത്രോപൊലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ഡോക്ടർ കുര്യൻ ഡാനിയൽ മുഖ്യ സന്ദേശം നൽകി. എന്തായിരുന്നാലും നമ്മുടെ സ്നേഹ സന്ദേശം ട്രൂപ്പ് കേരളത്തിനകത്ത് മാത്രമല്ല, കേരളത്തിന് വെളിയിലും ഈവൻ ഇതര രാജ്യങ്ങളിലുമൊക്കെ ആ ഭാഗ്യവാനായ പിതാവിന്റെ നാമം ഇന്നും ശ്രദ്ധയോടെ ഘോഷിക്കുന്നതും അദ്ദേഹത്തിന്റെ ധ്യാന ചിന്തയിൽ നിന്ന് ഉയർന്നു വന്ന ശ്രേഷ്ഠമായ ഗാനങ്ങൾ പാടുന്നതും ഒക്കെ കേൾക്കുന്നത് വലിയ സന്തോഷമാണ്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ശ്രദ്ധയോടെ നാം ഉൾക്കൊള്ളേണ്ട രണ്ട് അപകട സൂചനകളാണ് ഇപ്പോൾ നാം കേട്ട് കഴിഞ്ഞത്. തെവോദോറസ് തിരുമേനി സൂചിപ്പിച്ചല്ലോ, ദൈവത്തിൻ്റെ സ്നേഹസാന്ദ്രതയ്ക്ക് ക്ഷയം സംഭവിച്ചിരിക്കുന്ന ഒരു ലോകത്തിലാണ്, സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. റവറൻ യുഹാനോൻ റമ്പാൻ, റവറൻ ഗീവർഗീസ് റമ്പാൻ, കത്തീഡ്രൽ വികാരി ഫാദർ കോശി മാത്യു, സഹവികാരി ഫാദർ ബിനു ഈശോ, പ്രൊഫസർ കെ.സി. മാണി, കത്തീഡ്രൽ കൈസ്ഥാനി പി.സി. റോയ്, സെക്രട്ടറി ബിനു കോശി എന്നിവർ സംസാരിച്ചു. സ്നേഹ സന്ദേശം തുടർന്ന് സംഗീത വിരുന്ന് നടന്നു. നവജീവൻ നേരിടാൻ ജയമേകിടുവാൻ അമർത്യത വീണ്ടിടുവാൻ പാൽ നടത്തുന്ന ദൈവം. ഗ്രേസി രാജൻ ചടങ്ങിന് കൃതജ്ഞത പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.